ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചെറിയൊരു സർപ്രൈസ് വ്ളോഗാണ്. വേറൊന്നുമല്ല, അപ്പോൾ എനിക്കും കുഞ്ഞാനിക്കൊരു സ്റ്റഡി ടേബിൾ വാങ്ങാൻ ഉമ്മയും വാപ്പയും പോയി. പക്ഷേ ഞങ്ങൾക്ക് അറിയാണ്ട് കേട്ടോ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ചെല്ല ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഞാനും കുഞ്ഞാനും സ്കൂളിൽ പോയ സമയമായതുകൊണ്ട് ഉമ്മ തന്നെയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. കുറേ മോഡലൊക്കെ ഉണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാൾക്ക് മാത്രം പറ്റിയത് വാങ്ങാൻ പറ്റില്ലല്ലോ, രണ്ടാൾക്കും കൂടി ആയതുകൊണ്ട് അതിനനുസരിച്ച് വേണം വാങ്ങാൻ. അമ്മേൻ്റെ അടുത്ത് ഓൾറെഡി ഇത് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറ്റ് കളറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വൈറ്റ് എന്തായാലും വാങ്ങിത്തരില്ല, വേഗം ചളിയാം. അതുകൊണ്ട് എന്തായാലും വേറെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും കുഞ്ഞെനിക്ക് അറിയാണ്ട് സർപ്രൈസ് ആയിട്ടോ വാങ്ങിത്തരുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കുറേ മോളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ ലാസ്റ്റ് എടുത്തത് ഏതാണെന്ന് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. ലാസ്റ്റ് അങ്ങനെ അവർ നോക്കി കഴിഞ്ഞിട്ട് ഒരു ടേബിൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാറിൽ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് ഓട്ടോയിലാട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി വെയിറ്റും പിന്നെ ഹൈറ്റൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വാപ്പിയും ഓട്ടോ അങ്കിളും കൂട്ടിയിട്ടാട്ടോ എടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ ആയി വാങ്ങണം വിചാരിച്ചിട്ട് അങ്ങനെ ടേബിളും വാങ്ങി കഴിഞ്ഞു. അപ്പോൾ ഞാൻ LKG പഠിക്കുമ്പോഴായിരുന്നു ടേബിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതൊരു ഫോൾഡിങ്ങിൻ്റെ. ഇതിന് ശേഷം ഇപ്പോൾ 10ാം ക്ലാസ് എത്തിയിട്ടാണ് ഒരു പുതിയ ടേബിൾ വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞാനിക്കും എനിക്കും കൂടെ ചേർന്നിട്ടാണ്. എന്തായാലും ഞങ്ങൾ ഒപ്പമൊന്നും പഠിക്കാൻ പോണില്ല, വേറെ സമയത്ത് തന്നെയാണ് എന്തായാലും പഠിക്കുക. അതുകൊണ്ട് എന്തായാലും സ്റ്റഡി ടേബിൾ വേണമെന്ന് കുറേ ആയി പറഞ്ഞിട്ട്. അത് ഈ ഒരു സ്റ്റഡി ടേബിൾ ആട്ടോ ഫ്രണ്ട്സ് വാങ്ങിയിട്ടുള്ളതും. അപ്പോൾ രണ്ടാളും കൂടിയിട്ടാണ് ഇപ്പോൾ എടുത്ത് ഉള്ളിക്കൊണ്ട് വെക്കുന്നുണ്ടായിരുന്നത്. ഇനി ഇതിലാണെങ്കിൽ ഷെൽഫും കാര്യങ്ങളൊക്കെ ഇത്തിരി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറേ ബുക്കൊക്കെ വേണമെങ്കിൽ അതിൽ തന്നെ വെക്കുക. സാധാരണ ഞങ്ങൾ സെൽഫിലാണ് കേട്ടോ ബുക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മുതൽ ഇതിലും വെക്കാൻ പറ്റും. അങ്ങനെ സ്റ്റഡി ടേബിൾ ഇതാ ഫ്രണ്ട്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൂമിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്, വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട്. അപ്പോൾ എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉള്ളതുകൊണ്ട് 12:30 2:00 കേട്ടോ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മ വീഡിയോ എടുക്കുന്നപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ഗസ്റ്റും വന്നിട്ടുണ്ടാവുമെന്ന്. പക്ഷെ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. പിന്നെ എനിക്ക് തോന്നി സ്റ്റഡി ടേബിൾ ആയിരിക്കും എന്ന്, കാരണം വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഓരോ കാര്യങ്ങളൊക്കെ കാട്ടിയിട്ട് റൂമിലേക്ക് പോയി. അപ്പോൾ ഉമ്മ വരുമ്പോൾ തന്നെ വീഡിയോ എടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് എനിക്ക് ഡൗട്ട് തോന്നി. റൂമിലേക്ക് വന്ന് നോക്കുമ്പോഴായിരുന്നു സ്റ്റഡി ടേബിൾ ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റഡി ടേബിളൊക്കെ നോക്കി ചന്തമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ. അപ്പം ഞാൻ വന്നിട്ട് ഇതൊക്കെയായിരുന്നു റിയാക്ഷൻ. പിന്നെ കുഞ്ഞാനെ വന്നിട്ട് വേറെ റിയാക്ഷനും കൂടി ഉണ്ടാകും അവൻ്റെ വക. സ്കൂളിട്ടൊന്നും നേരെ ബാഗൊന്നും വെക്കാണ്ട് നേരെ ഇങ്ങോട്ട് തന്നെ വന്ന് നോക്കിയിട്ടോ. അപ്പോൾ റൂമിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചത് പിന്നെ മേലെ കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അത് അവിടെയും കൊണ്ട് വെക്കാമല്ലോ. ഇവിടെ കുറേ സെൽഫൊക്കെ ഉള്ളത് കൊണ്ട് നല്ല രസമുണ്ട് ഇതിൽ കാണാൻ. അപ്പോൾ കുറേ സെൽഫുള്ളതൊക്കെയാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വെക്കാമല്ലോ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡോറ് പോലെ ഉള്ളത് കൊണ്ട് വെച്ചാലും അത്ര അറിയില്ല. എനിക്ക് നല്ല ഇഷ്ടമൊക്കെ ആയിട്ടോ ഇത്. ഈ ഒരു റൂമിലാണ് ഞാനും കുഞ്ഞാനെയൊക്കെ പഠിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ കേട്ടോ സ്റ്റഡി ടേബിളും വെച്ചിട്ടുള്ളത്. ഉമ്മാനോട് ഇതിനെക്കുറിച്ച് ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ അവിടെ നിന്ന്. പിന്നെ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ അതിൽ എത്ര സെൽഫ് ഉണ്ടെന്ന് എന്തൊക്കെയാണെന്നൊക്കെ നോക്കി. അപ്പോൾ ഞാൻ ആദ്യം വന്നിട്ട് ഇതിലൊക്കെ എൻ്റെ ബുക്ക് വെക്കണം, കുഞ്ഞാൻ്റെ ബുക്ക് വെക്കണം എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കണ പോലെയില്ല, കുഞ്ഞാനിയും കൂടെ പറയും ഞാൻ ഇവിടെ വെക്കാൻ പറഞ്ഞാൽ അവൻ അവിടെ തന്നെ വെക്കും പറയും. അതാണ് അവൻ്റെ പ്രശ്നം. അങ്ങനെ കുറേ നേരം അത് നോക്കിക്കൊണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മിയും വാപ്പി വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാട്ടോ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വരുമ്പോൾ സ്റ്റഡി ടേബിളും കൂടി വാങ്ങിയിട്ടാണ് വന്ന്. ഇതൊക്കെ ഞാൻ നോക്കി കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും കുഞ്ഞാനും സ്കൂളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ 4 മണിയാകുമ്പോൾ കേട്ടോ സ്കൂളിലോട്ട് വരിക. എന്നിട്ടും അവനും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതുകൊണ്ട് അവനക്ക് വലിയ റിയാക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അവനും എന്നെ പോലെ തന്നെ വന്നിട്ട് എന്തൊക്കെയുണ്ട് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഉമ്മാരുടെ ഓരോന്ന് ചോദിച്ച് നോക്കുമായിരുന്നു. സെൽഫൊക്കെ കണ്ടപ്പോൾ ഇവിടെ ഞാൻ വെക്കും ഇവിടെ താത്ത വെക്കുമ്പോട്ട് അവൻ പിന്നെ അതൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് കിട്ടുമെന്ന്. പിന്നെ യൂണിഫോം കിട്ടാത്തതുകൊണ്ടാണ് അവൻ കളർ ഡ്രസ്സ് ഇട്ടിട്ട് ഉള്ളത്. പിന്നെ അവൻ വന്നതും ഇതിൻ്റെ അടുത്ത് തന്നെ കുറേ നേരം ഇരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ പോയി നിൽക്കുകയായിരുന്നു.
പിന്നെ എൻ്റെ ഭാഗ്യം അവൻ്റെ ഭാഗ്യം കുറച്ച് റിയാക്ഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം രണ്ടാൾ വിചാരിക്കാത്തതാണ്. അപ്പം എന്നുവെച്ചാൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കാണാം. ബൈ.